ഹായ് സ്റ്റുഡൻസ്, വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മീനിങ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സിംപ്ലി മീൻസ് ദി മാനേജ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാർക്കറ്റിനെ മാനേജ് ചെയ്യുക, അതിലെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക. It is the application of management tools and technique in efficient utilization of available marketing resources. നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിയിട്ട് അത് മാനേജ്മെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇറ്റ് ഇൻവോൾവ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി മാർക്കറ്റിംഗ് പ്രോഗ്രാം ഇൻക്ലൂഡഡ് ഇൻ ദി പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതുപോലെ അത് നടപ്പിലാക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ നാച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ്, മാനേജീരിയൽ ഫങ്ഷൻ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് എ മാനേജീരിയൽ ഫങ്ഷൻ. ഇതൊരു മാനേജീരിയൽ ഫങ്ഷനാണ്. മാനേജീരിയൽ ഫങ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങുക? അനാലിസിസ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു, അത് ആസൂത്രണം ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്നു. സെക്കൻഡ് പോയിൻറ്റ്, ഗോൾ ഓറിയൻറ്റഡ്. ലക്ഷ്യം വയ്ക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് എ പർപ്പസ് ആക്ടിവിറ്റി. ഇതൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്, ഒരു പർപ്പസ് ഉണ്ട്. ഇറ്റ് എയിം അറ്റ് സാറ്റിസ്ഫൈയിങ് ദി നീഡ് ഓഫ് കസ്റ്റമേഴ്സ് ബൈ ഓഫറിംഗ് ദം പ്രൊഡക്റ്റ് ആൻഡ് ജനറേറ്റിംഗ് റവന്യൂ ഫോർ ദി ബിസിനസ്. കസ്റ്റമേഴ്സിനൊരു പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്, അതിലൂടെ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, കൂടാതെ ബിസിനസ്സിന് ഒരു റവന്യൂ ഉണ്ടാക്കുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നൽകുന്നു എന്നുള്ളതും റവന്യൂ ലഭിക്കുന്നു എന്നുള്ളതുമാണ് ഇവരുടെ ഗോൾ. ഡിറ്റർമൈനിങ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് മിക്സ്. തേർഡ് പോയിൻ്റാണ്, ശരിയായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഏതാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നു. മാർക്കറ്റിംഗ് മിക്സിൽ എന്തൊക്കെയാണ് വരിക? ഡിസൈൻ ഓഫ് ദി പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രൊമോഷൻ, pricing and distribution. They are properly combined the product accepted by the consumers. കൺസ്യൂമേഴ്സ് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് സ്വീകരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുക. അതിൻ്റെ പ്രൊമോഷൻ, അത് ഏത് രീതിയിലാണ് നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്, അതിനെങ്ങനെയാണ് വില നിശ്ചയിക്കേണ്ടത്, ഏത് ചാനൽ വഴിയാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിൻറ്റ്, സ്പെഷ്യലൈസ്ഡ് ഫങ്ഷനാണ്. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഫങ്ഷനാണ്. എഫിഷ്യൻറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ഓഫ് മാർക്കറ്റ്. അത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളേജ് നമുക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുണ്ടായിരിക്കണം. പ്രത്യേകമായിട്ടുള്ള അറിവ് മാർക്കറ്റിനെ കുറിച്ച് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രൊഡക്റ്റ്, കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ്, ബിഹേവിയർ, ഗവൺമെൻറ് പോളിസി, ബിസിനസ് എൻവയോൺമെൻറ്റ്, പ്രധാനമായിട്ടും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ നിലവിലുള്ള ടേസ്റ്റ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ്, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു മാർക്കറ്റർക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതാണ് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇൻ ആക്ഷൻ. മാർക്കറ്റിങ്ങിലെ ആശയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മീൻസ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇൻ ആക്ഷൻ. മാർക്കറ്റിങ്ങിലെ ആശയങ്ങൾ നമ്മൾ ആക്ഷനാക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദി ആക്ടിവിറ്റി വിച്ച് ആർ നെസസറി ടു നോ ദ നീഡ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസ് ടു സാറ്റിസ്ഫൈ നീഡ് ഓഫ് ദി കസ്റ്റമേഴ്സ്. നമ്മളിത് ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ ഇടയിലേക്ക് സംതൃപ്തിയോട് കൂടിയിട്ട് എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് സാറ്റിസ്ഫിക്കേഷൻ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക ചെയ്യണത്. ലാസ്റ്റ്, യൂണിവേഴ്സൽ ഫങ്ഷനാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് എ വൈറ്റൽ ഫങ്ഷൻ ഇൻ ബോത്ത് പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ. ലാഭം ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാപനത്തിനും അതുപോലെ തന്നെ ലാഭം പ്രതീക്ഷിക്കാത്ത സ്ഥാപനങ്ങളുണ്ടായിരിക്കും. ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു
പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ്, വൈറ്റലായിട്ടുള്ളൊരു ഫങ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നാച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. സോ താങ്ക് യു.